നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ ഒരു അവസ്ഥ കണ്ടം ചാടി ആരൊക്കെ എങ്ങോട്ടൊക്കെ ചാടുന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ ഒരു ഐഡിയ ഇല്ല. അവൻ നമ്മളെ പറ്റിച്ചു, അവനത് ചെയ്യും, ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നോട് ആ ചതി ചെയ്യരുതായിരുന്നു അത്തയച്ച. സന്ദീപ് വാര്യർ കോൺഗ്രസിക്ക് സംഘീന്ന് വിളിച്ചവൻ ഇനി മുതൽ കൊങ്ങിന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥ. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ. ഇതിനിടയിൽ കൊങ്ങിന്ന് വിളിച്ചവനെ സഖാവ് എന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് വേറൊരുത്തൻ ചാടിപ്പോയി. ഇതിപ്പോ ഞാൻ ആലോചിക്കുന്ന ഈ അണികളുടെ അവസ്ഥയാണ്. ഇന്ന് വരെ ജയ് വിളിച്ചവനെ നാളെ തന്തയ്ക്ക് വിളിക്കണം. ഇന്നലെ വരെ തന്തയ്ക്ക് വിളിച്ചവനെ ഇനി ജയ് വിളിക്കണം. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. എന്താലേ പൊളിട്രിക്സ്, അതാണ് സംഗതി. ഇവിടുത്തെ നേതാക്കന്മാരുടെ അവസ്ഥ എങ്ങനെയാണ്? പൊളിട്രിക്സ്, എല്ലാം ട്രിക്കാണ്. ജീവിച്ച് പോണ്ടേ, ബിസിനസ്സാന്നുള്ള ഇനിയെങ്കിലും. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? നാട്ടുകാര് മനസ്സിലാക്കുക, അണികളോടാണ് പറയാനുള്ളത്. ഇവന്മാർക്ക് വേണ്ടി ചാവാനും തല്ലാനും കുത്താനും പോയിട്ട് ഒരു കാര്യമില്ല. അപ്പ കണ്ടവൻ അപ്പ വിളിക്കുന്ന സ്വഭാവത്തിലാണ് എല്ലാ നേതാക്കന്മാരും. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. സത്യം. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.